ഫിത്ർ സക്കാത്ത് വുജൂബാണ്. ആ ഫിത്ർ സക്കാത്ത് ഏതെങ്കിലും കമ്മിറ്റിക്കാരെ ഏൽപ്പിക്കേണ്ട സംഗതിയല്ല, അത് നമ്മൾ ചെയ്യേണ്ട ഒരു ഇബാദത്താണ്. സക്കാത്ത് എന്നത് ഇബാദത്താണ്, അത് നമ്മൾ സ്വന്തം ശരീരം കൊണ്ട് ചെയ്യുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ സ്വന്തത്തിൽ തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ കഴിയുന്നവർ സ്വന്തത്തിൽ തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഭാര്യ, മക്കള്, അതുപോലെ നമ്മുടെ ഉമ്മ ബാപ്പ തുടങ്ങിയ ആരെങ്കിലും ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവര് കൊടുത്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് വിശ്വസ്തമായി അവൻ എന്തായാലും കൊടുക്കുമെന്ന് ഉറപ്പുള്ളൊരു വ്യക്തിയെ ഏൽപ്പിച്ചു കൊടുത്താലും തരക്കേടില്ല. ഒരു കമ്മിറ്റിയെയും ഫിത്ർ സക്കാത്ത് ഏൽപ്പിക്കാൻ ഇസ്ലാമിൽ വകുപ്പില്ല. അതുകൊണ്ട് തന്നെ ഒരു കമ്മിറ്റിയെയും ഫിത്ർ സക്കാത്ത് ഏൽപ്പിക്കണ്ട. സക്കാത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. അത് സമ്പത്തിന്റെയും ശരീരത്തിന്റെയും ഒരു ടാക്സ് പോലെയാണത്. ആ ടാക്സ് ആരെങ്കിലും ഏൽപ്പിച്ച് ഏതെങ്കിലും ഓഫീസിൽ അടച്ചാ പോരാ, അത് കൊടുക്കേണ്ട അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തുന്നത് വരെ കൊടുക്കുന്നവന്റെ ഉത്തരവാദിത്വത്തിലാണ്. ചിലർക്ക് തോന്നും ഞാൻ കമ്മിറ്റീനെ ഏൽപ്പിച്ച എന്റെ ഉത്തരവാദിത്വം തീർന്നു. ഇല്ലേ, ഇല്ല. കിട്ടേണ്ടവന് കയ്യിൽ കിട്ടാത്ത കാലത്തോളം ഉത്തരവാദിത്വം കൊടുക്കുന്ന വ്യക്തിക്ക് തന്നെയാണ്. അതുകൊണ്ട് മറ്റൊരാളെ അനധികൃതമായി കൈകാര്യം ചെയ്താൽ ഏൽപ്പിച്ചവന്റെ ഉത്തരവാദിത്വം തീരൂല. സക്കാത്ത് കൊടുക്കാത്തവന് അവൻ ബാക്കിയാകും. അതുകൊണ്ട് അവനവന്റെ സക്കാത്ത് കിട്ടേണ്ടവർക്ക് കിട്ടി എന്ന് ഉറപ്പുവരുത്തുന്ന രൂപത്തിൽ തന്നെ സക്കാത്ത് കൊടുക്കണം. കമ്മിറ്റിയെ ഏൽപ്പിക്കാൻ വകുപ്പില്ല. അതേ സമയത്ത് സക്കാത്ത് ഏൽപ്പിക്കുന്നവരുണ്ട്, വ്യക്തിയെ ഏൽപ്പിക്കാം. അതേമേതോ ഒരു കമ്മിറ്റിയുടെ ആളായതുകൊണ്ട് ഏൽപ്പിച്ചുകൂടുന്നില്ല. സക്കാത്ത് എന്നത് കമ്മിറ്റിയെ ഏൽപ്പിച്ചുകൂടാ. ഒരു വ്യക്തിയെ, നമുക്ക് വിശ്വസ്തമായ ഒരാളെ, അദ്ദേഹം അത് കൈകാര്യം ചെയ്യേണ്ട പോലെ കൈകാര്യം ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ ഏൽപ്പിക്കുന്നതിന് കുഴപ്പമില്ല. അത് ഫിത്ർ സക്കാത്തും നമ്മൾ പോരുമ്പോ ഭാര്യനെ ഏൽപ്പിച്ചു, ഫിത്ർ സക്കാത്തിന് സാധുക്കൾക്ക് കൊടുക്കുന്ന ഭാര്യനെ ഏൽപ്പിച്ചതിന് കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഏൽപ്പിക്കുന്നതിന് കുഴപ്പമില്ല. അതേ സമയത്ത് ഇന്നലെ ഒരാൾ നമ്മുടെ നാദാപുരത്ത് ദാറുൽ ഹുദയിൽ ഇന്നലെ തറാവീഹിന് ശേഷം ഒരു ചെറിയ ക്ലാസ് എടുത്തു. ക്ലാസ് എടുക്കാനിരുന്നു മുമ്പ് ക്ലാസ് എടുക്കേണ്ടി വന്നില്ല. ഒരു സംശയം ചോദിക്കാനിരുന്നു. കുറെ സംശയം ചോദിച്ചു. കൂട്ടത്തിലൊരു സംശയം ചോദിച്ചത് ഫിത്ർ സക്കാത്ത് പണം കൊടുക്കാൻ പറ്റുമെന്നാണ്. പറ്റൂല എന്നാണ്. ഫിത്ർ സക്കാത്ത് എന്നത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ സാഅൻ മിൻ ബുർരിൻ ഔ തംരിൻ ഇങ്ങനെ തുടങ്ങിയിട്ട് ഗോതമ്പ്, കാരക്ക തുടങ്ങി ഭക്ഷണ സാധനമല്ലാതെ പണത്തിന്റെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടേയില്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് പണം ഉണ്ടല്ലോ, ഇത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഭക്ഷണം തന്നെ കൊടുക്കണം. ഭക്ഷണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ചോറ് വെച്ചു കൊടുക്കാന്നല്ല, ഭക്ഷണ സാധനം, അരി, ഗോതമ്പ് തുടങ്ങിയ ഭക്ഷണ സാധനം തന്നെ കൊടുക്കണം. സംഖ്യ കൊടുത്താൽ മതിയാവൂല. ഫത്ഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട്, മതിയാവൂല.